ടാബ്ലറ്റ് കഴിച്ചിട്ടും ഛർദിൽ മാറുന്നില്ലേ? നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഭയമുണ്ട്, ഛർദിക്കുമെന്നുള്ളൊരു ഭയം. അപ്പോൾ ഈ ഛർദിൽ നിർത്താനായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഒരു സ്റ്റോപ്പ് പോയിന്റ് ഉണ്ട്. ആ സ്റ്റോപ്പ് പോയിന്റിൽ നിങ്ങൾ പ്രഷർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. ഒരു അക്യുപ്രഷർ പോയിന്റ് ആണ് അത് നിങ്ങൾക്ക് പ്രഗ്നൻസി പീരീഡിൽ ഹീമോതെറാപ്പി ഈ ടൈമിൽ ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഏക പോയിന്റാണിത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ആ പോയിന്റിൽ തന്നെ പ്രഷർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് 100% ലഭിക്കും. അല്ലെങ്കിൽ അതിന്റെ ഗുണം പൂർണ്ണമായി ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ അക്യുപ്രഷർ പോയിന്റിന്റെ പേരാണ് P6. P6 എന്ന് പറഞ്ഞാൽ പെരിക്കാർഡിയം 6 എന്നാണ്. പെരിക്കാർഡിയം മെറിഡിയനിലെ നമ്പർ 6 പോയിന്റ് ആണത്. ഈ പോയിന്റാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രശ്നത്തിന് യോഗയിലും ചില ടെക്നിക്കുകളുണ്ട്. അതുകൂടി ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിക്കുക, ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ ശ്വാസം ഒരു 4 സെക്കൻഡ് കൊണ്ട് ഇൻഹലേഷൻ ചെയ്യുക. എന്നിട്ട് 8 സെക്കൻഡോ അല്ലെങ്കിൽ 6 സെക്കൻഡോ സ്ലോലി എക്സേൽ ചെയ്യുക. 4 സെക്കൻഡ് കൊണ്ട് ഇൻഹേൽ, 8 സെക്കൻഡ് കൊണ്ട് എക്സേൽ ചെയ്യുക. ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. അങ്ങനെ 5ഓ 10ഓ റൗണ്ട് നമ്മൾ ചെയ്യുക. അത് നമുക്ക് ഛർദി ഒഴിവാനായിട്ട് ഗുണം ചെയ്യും. രണ്ടാമത് ചെയ്യേണ്ടത് ചന്ദ്രഭേദന പ്രാണായാമം. ഛർദിൽ ഒഴിവാൻ നല്ലതാണ്. നമ്മുടെ റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുക. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റൈറ്റ് നോസിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിലൂടെ ശ്വാസം എടുത്തുകൊണ്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് കളയുക. ലെഫ്റ്റ് നോസിൽ ബ്രീത്ത് ചെയ്യുക. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യുക, എക്സേൽ റൈറ്റിലൂടെ ചെയ്യുക. ഇങ്ങനെ ഒരു 10 റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഛർദിനോടുള്ള ടെൻഡൻസി കുറയും. പിന്നെ ചെയ്യാവുന്നത് ഛർദിക്കുന്നവരോ നമ്മുടെ സീറ്റിലുണ്ടെങ്കിൽ മാറിയിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ അധികം സ്മെല്ലുകളിൽ നിന്നും മാറിയിരിക്കാൻ ശ്രമിക്കുക. വിൻഡോസ് തുറന്നിട്ട് യാത്ര ചെയ്യുക. ഇതൊക്കെ ഛർദിൽ ഒഴിവാക്കാൻ നല്ലതാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുക. ഇതൊക്കെ ഇതിൽ ചെയ്യാവുന്ന റെമഡികളാണ്. പക്ഷെ ഈ ഒരു പോയിന്റ് അത് ഡോക്ടർമാർ വരെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. ഈ പോയിന്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം ഏതാണെന്ന്. അതിന് ഈ P6 പോയിന്റ് എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ കൈപ്പത്തി എടുക്കുക. കൈപ്പത്തിയുടെ ഏറ്റവും ബോട്ടമായിട്ട് ഒരു ലൈൻ ഉണ്ട് ഇവിടെ ഇങ്ങനെ. ആ ലൈൻ ഞാൻ സ്കെച്ച് കൊണ്ട് വരയ്ക്കുകയാണ്. ഈ ലൈൻ ഇവിടെ നിന്നും നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, മോതിരവിരൽ, ഈ മോതിരവിരൽ ഈ ലൈനിൽ ഇങ്ങനെ വെച്ച് കിട്ടുന്ന ലൈൻ അവരോടെ കൈയുടെ ആ പോയിന്റ് ആണിത്. ഈ പോയിന്റ് വരും. അത് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, മോതിരവിരൽ ഇങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്ന അതേ ലെങ്ത് നമ്മളിവിടെ മിഡിൽ മാർക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഈ ടെൻഡൻസിന്റെ മിഡിലായിട്ട് വരും ആ പോയിന്റ്. ഈ പോയിന്റിൽ നമ്മുടെ തമ്പുകൊണ്ട് ഇങ്ങനെ പ്രഷർ ചെയ്യുക. ഒരു 30 ടൈംസ് ഇങ്ങനെ പ്രഷർ ചെയ്യുക. അത് റിലീസ് ചെയ്യുക. വീണ്ടും പ്രഷർ ചെയ്യുക. പ്രഷർ ചെയ്യുന്നത് വളരെ ശക്തിയിൽ പ്രഷർ ചെയ്യേണ്ട, ഒരു മീഡിയം പ്രഷറിൽ പ്രഷർ ചെയ്യുക. അതുപോലെ കൈക്കൊക്കെ എന്തെങ്കിലും, റിസ്റ്റിനൊക്കെ എന്തെങ്കിലും സർജറി കഴിഞ്ഞവർ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി കഴിഞ്ഞവർ ശക്തമായിട്ടൊന്നും പ്രഷർ ചെയ്യാൻ പാടില്ല. ഈ പ്രഷർ അപ്ലൈ ചെയ്യാനും പാടില്ല. അപ്പൊ ഇങ്ങനെ 2 തവണ യാത്ര ചെയ്യുമ്പോൾ ഈ ടെൻഡൻസി വരുമ്പോൾ ഇങ്ങനെ പ്രഷർ ചെയ്യും. ഒരു 30 ടൈംസ് പ്രഷർ ചെയ്യാം. കുറച്ച് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും 30 ടൈംസ് പ്രഷർ ചെയ്യാം. ഈ പോയിന്റ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. P6 പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ കൈപ്പത്തിയുടെ അവിടെ നിന്ന് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ, മിഡിൽ ഫിംഗർ, മോതിരവിരൽ അവരോടെ കൈയുടെ ആ ലെങ്ത് എത്രയെന്ന് വെച്ചാൽ ആ ലെങ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ആ പോയിന്റ് മാർക്ക് ചെയ്യുക. പോയിന്റിൽ തമ്പുകൊണ്ട് ഈ ടെൻഡന്റെ മിഡിലായിട്ട് ഇത് പ്രഷർ ചെയ്യുക. ഈ പോയിന്റ് വളരെ ഉപകാരപ്പെടുന്ന ഒരു പോയിന്റാണ്. യാത്രയിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഈ വൊമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ P6 പോയിന്റ് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ P6 പോയിന്റിൽ നിങ്ങൾ പ്രഷർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ യോഗ ടെക്നിക്സ് കൂടി പാരലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഡീപ്പായിട്ട് ഇൻഹേൽ ചെയ്യുക. എന്നിട്ട് എത്ര സെക്കൻഡ് കൊണ്ടാണ് ഇൻഹേൽ ചെയ്തത്, ഒരു 4 സെക്കൻഡ് കൊണ്ടാണ് ഇൻഹേൽ ചെയ്തെങ്കിൽ ഒരു 8 സെക്കൻഡ് കൊണ്ട് സാവകാശം എക്സേൽ ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ
നമ്മുടെ ശ്വാസഗതിയിൽ തന്നെ കൊടുക്കുക. അതിനുശേഷം ഈ പ്രഷർ പോയിന്റ് അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ ചന്ദ്രഭേദന പ്രാണായാമം ചെയ്യുക. അതായത് നിങ്ങൾ ലെഫ്റ്റ് നോസിലൂടെ ശ്വാസം എടുക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്ത റൈറ്റിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ലെഫ്റ്റ് നോസിലൂടെ എടുക്കുക, റൈറ്റിലൂടെ പുറത്തേക്ക് വിടുക. വീണ്ടും ലെഫ്റ്റിൽ കൂടെ എടുക്കുക, റൈറ്റിലൂടെ പുറത്തേക്ക്. അങ്ങനെ ഒരു 10-12 തവണ ചെയ്യുക. വീണ്ടും നിങ്ങൾ ഈ P6 പോയിന്റ് പ്രഷർ ചെയ്യുക. അപ്പൊ ഈ പ്രൊസീജിയർ ഇങ്ങനെ മാറി മാറി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒമിറ്റിംഗ് ടെൻഡൻസി നിങ്ങളുടെ വൈദ്യുതി വരുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ പല സുഹൃത്തുക്കൾക്ക് ഈ പ്രശ്നമുള്ളവരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് എളുപ്പം സാധിക്കും. നോട്ടിഫിക്കേഷൻ കിട്ടുവാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമസ്തേ.